ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രനായകൻ RYFിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അമരക്കാരൻ സഖ ഉല്ലാസ് കോവൂർ കേരള ഗവൺമെൻറ്റിൻ്റെ യുവജന വിരുദ്ധ നയങ്ങളിൽ RYF നടത്താൻ പോകുന്ന സെക്രട്ടേറിയറ്റ് വളയിൽ സമരത്തെക്കുറിച്ച്. ജൂലൈ 25 എന്ന് പറയുന്നത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാത്ത SRCP എന്ന കിരാതനായ ഭരണാധികാരിയെ ആട്ടിപ്പായിച്ച് സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന SRCPയെ ഇവിടുന്ന് പായിച്ച അദ്ദേഹത്തിൻ്റെ മൂക്കിന് വെട്ടി പരിക്കേൽപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന് എന്നും ആവേശവുമായ പ്രോജ്വലമായ ഓർമ്മകൾ നൽകുന്ന പ്രിയപ്പെട്ട KCS മണി ദിനം കൂടിയാണ് ജൂലൈ 25. ഏകാധിപത്യപരവും സ്വജനപക്ഷപാതപരവും ആയിട്ടുള്ള നിലപാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിന് അതിശക്തമായ താക്കീത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് റവല്യൂഷണറി യൂത്ത് ഫ്രണ്ട് RYF സംസ്ഥാന കമ്മിറ്റി വിപുലമായ ഒരു സെക്രട്ടേറിയറ്റ് വളയൽ ജൂലൈ 25 സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഏകദേശം 5000-ൽ പരം യുവതിയുവാക്കളെയാണ് ഈ സമരത്തിലേക്ക് അണിനിരത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വിപുലമായ സ്വാഗത സംഘങ്ങൾ ചേർന്ന് വരികയാണ്. ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങൾ അടക്കം തുടങ്ങിയിട്ടുണ്ട്. SRCPയെ പോലെ തന്നെ അതേ നിലപാടുകൾ ആവർത്തിക്കുകയും കേരളത്തെ തൻ്റെ ഇംഗിതത്തിന് വേണ്ടി ഒരു പാർട്ടിയെയും ഗവൺമെന്റിനെയും കൊണ്ടുപോകുന്ന, SRCPയെ പോലും പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ യുവതിയുവാക്കളെ സംബന്ധിച്ച് പിൻവാതിലൂടെയും പാർട്ടി ബന്ധുക്കളെയും സഹയാത്രികരെയും പാർട്ടി കുടുംബങ്ങളെയും മാത്രം തൊഴിൽ നൽകിക്കൊണ്ട് PSCയെ രാഷ്ട്രീയവൽക്കരിച്ച് പബ്ലിക് സർവീസ് കമ്മീഷനെ പാർട്ടി സർവീസ് കമ്മീഷനാക്കിയ നിലപാടുകൾ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി ഇവിടെ പാർട്ടിക്കാരല്ലാത്തവർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ, കേരളത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഏകദേശം 20 ലക്ഷത്തിൽ പരം യുവതീയൂക്കളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം പലായനം ചെയ്യപ്പെട്ടത്. തൊഴിൽ തരാത്ത സർക്കാർ, നാടുവിടുന്ന യുവത, ഇതാണ് ജൂലൈ 25 RYFിൻ്റെ കാലിക പ്രസക്തമായ മുദ്രാവാക്യം.